ടെലിവിഷനിൽ ഇപ്പോൾ മാർക്കോ റിലീസ് ആക്കുന്നില്ല. അപ്പോൾ എന്താണ് അഭിപ്രായം? അതിനോട് യോജിക്കുന്നുണ്ടോ? അതായത് ഈ മാർക്കോ ഒക്കെ നമ്മൾ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അത് സിനിമ ആയതുകൊണ്ട് അത് ഒരു റിയൽ ലൈഫ് ബേസ്ഡ് ചെയ്തൊന്നും ഒരു കഥയൊന്നും അല്ലാത്തതുകൊണ്ട് അത് സിനിമയാണ്, അത് സിനിമയായിട്ട് കാണണം, അല്ലാതെ ചുമ്മാ. ഓക്കെ, അങ്ങനത്തെ കഥകൾ ഇപ്പോൾ റിയൽ ലൈഫിൽ കുറേ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കുറേ നെഗറ്റീവ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സ്വാധീനിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് ഏറ്റവും കൂടുതൽ 90s കിഡ്സ് അവർക്കൊക്കെയാണ് ഒരു ഇത് വരുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ 2K കിഡ്സ് ആയതുകൊണ്ട്, അതായത് ഇപ്പം തന്നെ അറിയാം, ഇപ്പോഴത്തെ ഇൻസിഡൻറ്റ് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ ഒത്തിരി ഇൻസ്റ്റയിലും ഒക്കെ ട്രോൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഒത്തിരി 2K കിഡ്സിനെ പറഞ്ഞാൽ. അതുപോലെയുള്ള അത് വലിയ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. എനിക്ക് വലിയതായിട്ടൊന്നും ഇത് തോന്നുന്നൊന്നുമില്ല. അത് സെൻസർ ബോർഡ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല ടി വിയിലോട്ട്. കാരണം എന്നാലും തിയേറ്ററിൽ കാണേണ്ടവരെല്ലാം പോയി കണ്ടു. ബാക്കി OTT ഇറങ്ങി, പിന്നെ ടി വിയിലായിട്ട് ഇറക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമകൾ അതിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അതൊരിക്കലും ഇല്ല. അതിലഹരിയും മറ്റ് ബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പം സിനിമ കണ്ടിട്ട് അങ്ങനെ ആകണമെന്നൊന്നും ഇല്ല. ഇപ്പം നാട്ടുകാർ എന്തെങ്കിലും സിനിമ ഇറങ്ങിയാലും ചുമ്മാ അങ്ങനെ അത് വെച്ച് പറയുന്നതേ ഉള്ളൂ. ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ പുറത്തുള്ള സിനിമകളൊക്കെ ഇതിലും വലിയ വയലൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ല. അതൊക്കെ പിള്ളേർ ഇപ്പോഴും കാണുന്നുണ്ട്. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം യോജിക്കുന്നില്ല. കാരണം നല്ലൊരു പടമാണ്. പിന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ വരുമ്പോൾ ആനിമൽ ഇഷ്ടം പോലെ വയലൻസ് ഉള്ള പടമാണ്. കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയൊരു വയലൻസ് ഉള്ള പടമാണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ തലമുറ ഉള്ള കഞ്ചാവും വെള്ളം അടിച്ച് MDMA ഒക്കെ അടിച്ച് കയറ്റി